നല്ലപോലെ അഴുക്കൊക്കെ പിടിച്ചിട്ട് മോപ്പൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതെടുത്തോളൂ. ഇതുപോലത്തെ ഒരു കിടിലൻ ടിപ്പ് ചെയ്താൽ നമുക്കത് നല്ലപോലെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആവുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സാണുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിരക്കുള്ള ബസ്സിലോ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ബാക്കിലേക്ക് ഇങ്ങനെ ബാഗ് ഇടുന്ന സമയത്ത് നല്ല തിരക്കൊക്കെ ആണെങ്കിൽ ആർക്ക് വേണമെങ്കിലും നമ്മുടെ ബാഗ് ഇതുപോലെ ഇങ്ങനെ പതുക്കെ തുറക്കാനോ അതിലുള്ള പേഴ്സ് എന്തെങ്കിലുമൊക്കെ എടുക്കാനൊക്കെ പറ്റില്ലേ. അപ്പോൾ അതില്ലാതിരിക്കാൻ നമുക്ക് ഒരു ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു ടിപ്പാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ചിലരൊക്കെ കണ്ടിട്ടുണ്ട് കുഞ്ഞു ലോക്കൊക്കെ ഇട്ടിട്ട് പൂട്ടാറുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു ട്രിക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് നമുക്ക് ലോക്കിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലത്തെ കീ ചെയിൻ ഉണ്ടല്ലോ, അതൊരു സാധാരണ ഒരു കീ ചെയിൻ ഉണ്ടെങ്കിൽ മതിയാവും. അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ട്രിക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇങ്ങനെ രണ്ട് ഭാഗവും കൂടെ കൂട്ടി പിടിച്ചിട്ട് ആ ഒരു റിങ് ഇങ്ങനെ ഉള്ളിലൂടെ പുറത്തെടുക്കുകയാണ് ചെയ്യുക. കണ്ടോ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളറിയാതെ ബാഗ് തനിയെ തുറക്കൊന്നുമില്ല. അല്ലെങ്കിൽ റഷൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ കൈ തട്ടിയിട്ടോ ഒക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ സിബൊക്കെ തുറന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതി എല്ലാവരും മനസ്സിൽ വെച്ചോളൂ, എപ്പോഴെങ്കിലും ഉപകാരപ്പെടും. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ പഴമൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ആൾക്കാരൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ പെട്ടെന്ന് അതങ്ങോട്ട് തീരില്ലല്ലോ. അപ്പോൾ അത് വല്ലാതെ പഴുത്ത് പോകാതെ നമുക്ക് ആവശ്യത്തിന് മാത്രം സ്ലോലി പഴുത്താൽ മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് പ്രയോഗിച്ചാൽ മതി. വളരെ ഈസിയാണ് കേട്ടോ. ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണും. അപ്പോൾ ഇതേപോലെ ഒരു കവറിനെ ഇന്ന് ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് അധികം പെട്ടെന്ന് പഴുക്കണ്ട എന്നുള്ള പഴങ്ങളുണ്ടല്ലോ, അതിന് മാത്രം ഇതേപോലെ അതിൻ്റെ ഞെട്ടിൻ്റെ ഭാഗത്ത് ഒന്നിങ്ങനെ കവർ ചെയ്തിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. നല്ല ടൈറ്റായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എയറുമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പഴുക്കുന്നത് വളരെ സ്ലോലി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പ്, നമ്മുടെ ഒക്കെ വീടുകളിൽ ഒരുവിധം കുട്ടികളുള്ള വീടുകളിലൊക്കെ ഇടയ്ക്കെങ്കിലും യിപ്പി മാഗി ഇങ്ങനെയുള്ള നൂഡിൽസുകളൊക്കെ വാങ്ങിക്കാറുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ ഫാമിലി പാക്ക് നിങ്ങൾക്ക് വാങ്ങിക്കുമ്പോൾ പറയാൻ പറ്റും നല്ല ലെങ്തി ആയിട്ടുള്ള കവറുകളായിരിക്കും ഉണ്ടാവുക. അത് നമ്മൾ സാധാരണ വേസ്റ്റിലിടുകയാണ് ചെയ്യുക. അപ്പോൾ ആ ഒരു കവർ വെച്ചിട്ടുള്ള നല്ലൊരു ഐഡിയ ആണ് കേട്ടോ ഞാൻ പറയണത്. ഇതുപോലെ നമുക്ക് നല്ലൊരു ഗ്ലൗസ് ആയിട്ട് ഈ കവർ യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇത് നല്ല ലെങ്ത് ഉണ്ട്. നമ്മുടെ കൈയിൻ്റെ ഒരു പകുതി ഭാഗത്തോളം തന്നെ ഇത് നന്നായിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നിൽക്കും. ഒട്ടും തന്നെ ഇത് വെച്ച് നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലേക്കൊന്നും ആവില്ല. ബാത്റൂം ക്ലീൻ ചെയ്യാനോ അല്ലെങ്കിൽ പുറത്തൊക്കെ എന്തെങ്കിലും ക്ലീനിങ്ങിനൊക്കെ നമുക്ക് ഈ ഒരു സംഭവം നമുക്കൊരു നല്ല ഗ്ലൗസ് ആയിട്ട് യൂസ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. വേണമെങ്കിൽ ഇതിൻ്റെ ഒരു അറ്റത്തൊരു റബ്ബർ ബാൻഡ് ചെറുതായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടും അനങ്ങില്ല. അപ്പോൾ ഇനി മുതൽ ആരും വലിച്ചെറിയണ്ട കേട്ടോ, എടുത്ത് മടക്കി വെക്കൂ, എന്നിട്ട് നമുക്ക് ഉപയോഗിക്കാം. അടുത്തത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാൾ ചോദിച്ചൊരു ടിപ്പാണ്. അപ്പോൾ ഞാനൊരു കുഞ്ഞു പാത്രത്തിൽ കുറച്ച് വിക്സ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ നെറ്റിയിലൊക്കെ തലവേദന വരുമ്പോൾ പുരട്ടാറില്ലേ, ആ ഒരു വിക്സ് തന്നെ അതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ടു. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളം ഒഴിക്കുമ്പോഴാണ് അത് കറക്റ്റ് നല്ലപോലെ മെൽറ്റ് ആവുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ചൂടുവെള്ളം തന്നെ ഒഴിക്കുന്നത്. പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ യോജിക്കാതെ കിടക്കും. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് പല്ലികളുടെ ശല്യം വല്ലാതെയുള്ള ഭാഗത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് നോക്കൂ. പല്ലി ശല്യം നല്ലപോലെ കുറഞ്ഞു കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് നല്ലൊരു ടിപ്പാണ്. പിന്നെ ഒരു സ്മെല്ല് കുറയുന്നതിനനുസരിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കണം. ഒരു 2 ദിവസം കൂടുമ്പോഴൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന സമയത്ത് പല്ലി ശല്യം നന്നായിട്ട് തന്നെ കുറഞ്ഞു വരും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. ഇനി അടുത്തത് വീട്ടമ്മമാർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ്. അപ്പോൾ മോപ്പൊക്കെ എപ്പോഴും നല്ല ക്ലീൻ ആക്കി വെക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ടാസ്ക്കാണ്. എപ്പോഴെപ്പോഴും യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ലപോലെ അഴുക്കാവും മോപ്പിൽ. അപ്പോൾ മോപ്പ് എങ്ങനെ നല്ല നീറ്റാക്കി ക്ലീൻ ആക്കി എടുക്കാമെന്നാണ് ഇനി ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു പ്ലാസ്റ്റിക് കവറാണ്. അപ്പോൾ ഒട്ടും തന്നെ ലീക്ക് ഇല്ലാത്ത ഒരു നല്ല പ്ലാസ്റ്റിക് കവർ തന്നെ എടുക്കണം. മോപ്പ് കൊള്ളുന്ന രീതിയിലുള്ള ഒരു കവറിലേക്ക് നമ്മൾ ഇതുപോലെ നമുക്ക് ക്ലീൻ ചെയ്യേണ്ട മോപ്പ് വെച്ച് കൊടുത്തിട്ടാണ് ഇത് ചെയ്യണത് കേട്ടോ. മോപ്പ് നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് എടുക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് നനച്ചെടുക്കണം കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടതാണ്. എന്നിട്ട് നമ്മളിതാ ഇതേപോലെ പിടിച്ചിട്ട് അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കുക, ഇങ്ങനെ തൂക്കി കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തും മോപ്പിൻ്റെ എല്ലാ സൈഡിലാവുന്ന രീതിയിൽ വേണം ഇതൊന്ന് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അണുക്കളൊക്കെ നശിക്കാനും അതുപോലെ അഴുക്കൊക്കെ പെട്ടെന്ന് പോകാനും ഈ ഒരു ബേക്കിംഗ് സോഡ ഹെൽപ്പ് ചെയ്യും. ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് തന്നെ നമുക്ക് വില കുറഞ്ഞ ബേക്കിംഗ് സോഡ വാങ്ങിക്കാനും കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിട്ടിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ്സിൽ
പാത്രത്തിൽ പകുതി വിനാഗിരിയും പകുതി വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് സോപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഡിഷ് വാഷാണ് ഞാൻ യൂസ് ആക്കിയത്. നിങ്ങൾ അലക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ലിക്വിഡ് സോപ്പ് ഉണ്ടല്ലോ, അതായാലും മതി. അപ്പോൾ അത് എല്ലാം ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതും കൂടെ നമുക്ക് ഈ കവറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണേ. എല്ലാ ഭാഗത്തും ആക്കിയിട്ട് ഇനി നമുക്ക് ഈ കവർ ഒന്ന് കെട്ടിക്കൊടുക്കാം. ഞാനിങ്ങനെ ഒഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വിനാഗിരിയും ആ ബേക്കിംഗ് സോഡയൊക്കെ റിയാക്ട് ചെയ്തിട്ട് നല്ലപോലെ ഇങ്ങനെ പതയുന്നുണ്ട് മോപ്പിൻ്റെ മുകളിലൊക്കെ. അവിടെയൊക്കെ നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. എല്ലാം ഞാൻ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതൊന്ന് കെട്ടിയിട്ട് കാണാം. ഇപ്പം ഞാൻ കെട്ടിയെടുത്തിട്ടുള്ള ഈ ഒരു മോപ്പ് ഇതേപോലെ ഒന്നിങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നന്നായിട്ട് ക്ലീൻ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ മോപ്പ് നന്നായിട്ട് തന്നെ വൃത്തിയായിട്ട് കിട്ടും. നമ്മുടെ ഡ്രസ്സിലേക്കോ അല്ലെങ്കിൽ മുഖത്തേക്കോ ഒന്നും ആ ഒരു ചെളി തെറിക്കൊന്നുമില്ല. നമ്മൾ പുറത്തൊക്കെ കൊണ്ടുപോയി കഴുകുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഡ്രസ്സിലേക്കൊക്കെ ആവുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ മതി. ആ സൈഡ് ഭാഗവും എല്ലാം തന്നെ ഇതുപോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. അതിൻ്റെ ഒപ്പം ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തും കൂടെ കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിത് 1 മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വേണം കഴുകാനായിട്ട്. ഇങ്ങനെ നമ്മൾ 1 മണിക്കൂർ ഇത് വെക്കുന്ന സമയത്ത് എല്ലാ അഴുക്കും തന്നെ നന്നായിട്ട് ഇളകിപ്പോരും. അപ്പോൾ ഞാൻ അത് എടുക്കുന്നതിന് മുമ്പായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് പോന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് തിരിച്ചു കൊടുത്ത ശേഷം ഇതിപ്പോൾ ഞാനൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിൽ മുക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് വെറുതെ ടാപ്പിൻ്റെ അടിയിൽ കൊണ്ടുപോയിട്ട് ആക്കിയാലും മതി. ഇതിപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ അതിൽ എത്രത്തോളം അഴുക്കുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ. അതിന് വേണ്ടിയിട്ട് ഈ പാത്രത്തിൽ ഇങ്ങനെ എടുത്തതാണ് വെള്ളം. ഈ വെള്ളത്തിലോട്ട് ഞാനിപ്പോൾ ഈ മോപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ, കൈ വെച്ചിട്ട്. അപ്പോൾ നോക്കിക്കോളൂ, ഇതിലിങ്ങനെ ഓരോ തവണ അങ്ങനെ തിരിക്കുന്ന സമയത്തും അതിലിങ്ങനെ ഇളകി വന്നിട്ടുള്ള എല്ലാ അഴുക്കുകളും ഈ ഒരു വെള്ളത്തിലോട്ട് ഇങ്ങനെ മിക്സായി വരും കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ സോപ്പൊക്കെ ഓൾറെഡി ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ ആക്കുന്തോറും അത് നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ നോക്കുമ്പോൾ ഈ വെള്ളത്തിലെ ആ ഒരു കളർ കണ്ടില്ലേ, നന്നായിട്ട് അഴുക്കുകളൊക്കെ ഇതിൽ നിന്ന് പോന്നിട്ടുണ്ട്. പിന്നെ ഇത് വൈറ്റ് അല്ലല്ലോ ഈ ഒരു മോപ്പിൻ്റെ ത്രെഡ്, അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ കളറ് മനസ്സിലാവില്ല, പക്ഷെ നല്ലൊരു ബ്രൈറ്റ്നെസ് ഫീൽ ആവും. അപ്പോൾ ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിങ്ങനെ ചെയ്ത ശേഷം ഈ വെള്ളം കളഞ്ഞിട്ട് വെറുതെ ടാപ്പിൻ്റെ അടിയിലൊന്ന് കഴുകിയെടുത്താൽ തന്നെ മോപ്പിലെ അണുക്കളൊക്കെ പോയിട്ടുണ്ടാവും. അതുപോലെ തന്നെ മോപ്പ് നല്ല ക്ലീൻ ആയിട്ടും കിട്ടും കേട്ടോ. അപ്പോൾ എപ്പോഴും ഇതുപോലെ ഒന്നും ചെയ്തില്ലെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇതുപോലൊക്കെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ മോപ്പൊക്കെ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കും. പിന്നെ വൈറ്റ് കളർ ആകുമ്പോൾ എന്തായാലും വല്ലാത്ത ബ്രൈറ്റ്നെസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. എന്നിരുന്നാലും മോപ്പ് വല്ലാത്തൊരു അഴുക്ക് പിടിച്ച അവസ്ഥയിലേക്ക് പോവാതെ ഒരുമാതിരി തന്നെ നമുക്ക് നല്ല നീറ്റായിട്ട് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മോപ്പൊക്കെ എല്ലാവരും തന്നെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. ക്ലീൻ ചെയ്യാനുള്ള ടിപ്സൊക്കെ എല്ലാവർക്കും തന്നെ ഉപയോഗപ്പെടുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കില്ലേ. അതുപോലെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടിട്ടുള്ളവരൊക്കെ ഒരു സ്മൈലെങ്കിലും താഴെ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് അത് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ, നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ യൂസ്ഫുൾ ആയി എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ. അപ്പോൾ വീഡിയോ ഞാനിപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആയിട്ടോ സ്പെഷ്യൽ ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള നല്ല റെസിപ്പി ആയിട്ടോ പെട്ടെന്ന് തന്നെ കാണാം. അപ്പോൾ ഒരിക്കൽ കൂടി ഈ വീഡിയോ കാണുന്ന എനിക്ക് നല്ല നല്ല കമൻറ്റ്സ് ഇട്ടിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്